നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്നാണ് ഡിവൈഎഫ്ഐയുടെ കണക്കുകൂട്ടലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിലേക്ക് നൽകാനെന്ന് പറഞ്ഞ് ഒരു തട്ടുകട തുടങ്ങുകയും ആ തട്ടുകടയുടെ കാശെല്ലാം 5 വീട് വയ്ക്കാനായി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് നടത്തിയ ഒരു ആ തട്ടുകട ചോദ്യം ചെയ്തെത്തിയ ഒരു കൗൺസിലറും ആ കൗൺസിലറിനൊപ്പം റോഡിലൂടെ പോയ ആരോ ഒരാൾ രംഗം വീക്ഷിക്കാനായി എത്തുന്നതും ആ രംഗം വീക്ഷിക്കാനെത്തിയ ആളെ അടിച്ച് ഏതാണ്ട് മൃതപ്രായമാക്കി ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് എന്നാണ് എറണാകുളത്തെ കൗൺസിലർ പത്മജ എസ് മേനോൻ പറയുന്നത്. അവരുടെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു. വയനാട്ടിലേക്ക് 25 വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതിന്റെ ലൈസൻസ് ഉണ്ടോ, ഓപ്പൺ ആയിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു. എവിടെ കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തനിച്ച് നിൽക്കുന്നത് കണ്ട് എന്റെ അടുത്ത് വന്ന് നിന്നു. അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ്. എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ എന്നുള്ളത് അത് അദ്ദേഹത്തിന് കിട്ടി. ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത്? ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്? നിങ്ങളെ തന്നെയല്ലേ CPM തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത്? അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ? അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഒന്നും അറിയാതെ എവിടെന്നോ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേര് പോലും എനിക്കറിയില്ല. എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാരണത്തിന്, എന്റെ അടുത്ത് നിന്നു എന്നുള്ള ഒറ്റ കാരണത്തിന് നിങ്ങൾ ഇടിച്ച് തമ്പോറാക്കിയില്ലേ? ഇതിനകത്ത് ലൈസൻസിന്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അവസാനിപ്പിക്കാതിരിക്കുന്നു? പക്ഷേ ഇതെന്തായാലും ഞങ്ങൾക്ക് ആവേശമായി. ഞങ്ങൾ എല്ലാ സ്ഥലത്തും തുറക്കാൻ വേണ്ടി പോകും. ഇത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ്. ഞങ്ങൾ കേരളം മുഴുവൻ ഈ വർക്ക് നടത്തും. കാണുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോരുത്തർ ഫണ്ട് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ അതുപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ഇതുപോലെ തട്ടുകട തുടങ്ങി ആ പൈസ വയനാട്ടിലേക്ക് കൊടുക്കുവാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഉദ്ദേശം നമുക്ക് അംഗീകരിക്കാനായി നമ്മളെന്തായാലും ഇതിപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നടത്തിയ ഇടപെടലോട്ട് ഞങ്ങൾക്ക് നല്ല നിലക്ക് നല്ല പ്രചരണമായിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രദേശത്തും ഇത് ഇരട്ടിയായിട്ട് തുടങ്ങാൻ പറ്റും. അതിനകത്ത് ഇന്ന് ഇവിടെ നടത്താനത് പറ്റില്ല സാർ. പറയല്ല, ചുമ്മാ ഒരുപാട് മര്യാദയില്ലാത്ത സംസാരിക്കണ്ട. എന്തുവാ എന്ത് വികസനം? ഇവിടെ നമുക്കറിയാലേ CPMന്റെ വികസനം എന്നാന്ന്. നീ പോടാ, നമുക്കറിയാമല്ലോ CPMന്റെ വികസനം എന്നാന്ന് നമുക്കറിയാം. പിണറായി ഇപ്പൊ അങ്ങനെ സ്ത്രീകളെ അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നീ പോടാ, അങ്ങനെയൊന്നും പറയല്ല. അങ്ങനെ ഫോട്ടോ അവരാവശ്യപ്പെടാൻ എനിക്ക് പറയുന്നത്. അവരിവിടുത്തെ കൗൺസിലറല്ലേ? അവരുദ്ദേശിക്കുന്ന പരിപാടി നടക്കാന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ന് കൊടുക്കേണ്ട കാര്യം. ചാറ് മുക്കി തട്ടിയിട്ട് പോയത് ആരാണ്? അല്ലേ കക്ഷിയാണ്? എനിക്കറിയില്ല, ഞാൻ ഇന്ന് വന്ന് കണ്ടതാണ്. ഞാൻ ട്രിവാണ്ടത്തുള്ള കക്ഷിയാണ്. അല്ല ചുമ്മാ ചാറ് മുക്കി അതെന്താ അവർക്ക് കാരണം പറഞ്ഞിട്ട് നമ്മളെല്ലാം അനുഭവിക്കണോ? ഞാനും അതിലുള്ളത് തന്നെ, ഒരു ഗ്രൂപ്പുള്ളത് തന്നെ. എല്ലാം കണ്ട് ചട്ടി ചാറ് ഒഴിച്ചു കൊടുക്കും. ഇതന്നെ ഇതിവിടെ ഇന്നും നടത്താൻ പറ്റില്ല. ഇവിടെ നമ്മളുടെ സൗത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന് ഓപ്പോസിറ്റ് എന്തായാലും അനധികൃതമായ
രീതിയിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ വന്ന് വയനാടിന് പണം എന്നും പറഞ്ഞ് ഒരു ഇത് നടത്തുന്നു. ഓപ്പൺ ഗ്യാസ് ആണ്. കഴിഞ്ഞ കൗൺസിലും കൂടെ മേയർ പറഞ്ഞതാണ് ഈ ഓപ്പൺ ഗ്യാസ് പരിപാടി ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്ന്. അപ്പൊ മേയറിന്റെ പാർട്ടിയാകുമ്പോൾ മേയറിന് എന്തും ചെയ്യാമെന്നാണോ? അവര് പറഞ്ഞത് ഞങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ചെയ്തിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് അനുവദിക്കാൻ മേയറിന് പറ്റുമോ എന്ന് അടുത്ത കൗൺസിലിൽ എനിക്ക് ഉത്തരം തരേണ്ടി വരും. അടുത്ത കൗൺസിലിൽ മേയർ ഇതിന് ഉത്തരം തരേണ്ടി വരും. എന്തൊക്കെയാ അവര് പറഞ്ഞ? ഞാനിവിടെ 2 ഇത് തരാം, അത് ഞണ്ണിക്കൊണ്ട് പോയിക്കോളെ. ഞാൻ ആരാണ്? അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ഞാൻ. ഈ ഡിവൈഎഫ്ഐ നേതാക്കൾ ആരും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളല്ല. അപ്പൊ അവിടെ പോയി ചെയ്യൂ സഹോദര, അവിടെ ചെയ്യൂ. ആയിക്കോട്ടെ, അവിടെ പോയി ചെയ്യൂ. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഒക്കെ നിക്ഷേപിച്ച് ചെയ്യുന്നത്? എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ കോർപ്പറേഷൻ അതിർത്തിയിലേക്ക് താങ്കളുടെ അധികാര പരിധി വരുന്നുണ്ടോ? ഞാൻ മേയറോടാണ് സംസാരിക്കുന്നത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല സംസാരിക്കുന്നത്. സഖാവേ, ബ്ലോക്ക് പഞ്ചായത്തല്ല, കോർപ്പറേഷൻ പരിധിയാണിത്. ബക്കറ്റ് പിരിവ് ആരും കൊടുക്കുന്നില്ല. അതെ, ബക്കറ്റ് പിരിവ് നടക്കാത്തത് കൊണ്ട്. അതെ അതെ, ആരും കൊടുക്കത്തില്ല. ഇപ്പൊ പഴ പോലെ തരത്തില്ല. ദോശയുടെ പൈസയും കൂടെ കൊടുക്കണ കണ്ടിട്ട് വേണം പോകാൻ. തീർച്ചയായിട്ടും വയനാട് 10 രൂപ, അത് ഏത് സംഘടന ആയിക്കോട്ടെ, ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ, സേവാഭാരതി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, വയനാടിന് വേണ്ടി ഏത് സംഘടന എവിടെ ക്യാമ്പയിൻ കളിച്ചാലും അതിനോട് സഹകരിക്കാനാണ് ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ എൻ്റെ തീരുമാനം. അത്രേ ഉള്ളൂ. ഇവരുടെ ഇന്നത്തെ കുടുക്കയിൽ എത്ര രൂപ വീണു എന്നുള്ള കണക്കെടുത്തിട്ടേ ഞാനിവിടെ നിന്ന് പോകുള്ളൂ. ഇവരുടെ ഇന്നത്തെ കുടുക്കയിൽ എത്ര വീണു എന്ന് കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. ഇവരുടെ കുടുക്കയിൽ എത്ര ഇന്ന് വീണു എന്ന് കണ്ടിട്ടേ പോകുള്ളൂ. ബക്കറ്റ് പിരിവിന് സ്കോപ്പ് ഇല്ലാത്തതിനാൽ തുടങ്ങിയിരിക്കുന്ന പുതിയ പദ്ധതിയാണ്. ഇന്നത്തെ കുടുക്കയിൽ എത്ര കാശ് വീണു എന്നറിഞ്ഞിട്ടേ പോകുകയുള്ളൂ.